താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ദേവരുന്ന അടുത്ത വള്ളിക്കെട്ട്. തിരിഞ്ഞിരുന്നുകൊണ്ട് സേവി അവരെ കണ്ടില്ല. എന്നാൽ ജോസൂട്ടി അവന്മാരെ കണ്ടപ്പോൾ പിറുവിറുത്തു. ആഹാ, നല്ല ഫോമിലാണല്ലോ. മറ്റവള് കെട്ടു തൂങ്ങിയ സങ്കടം തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു. ആന്റെ കുറച്ച് ഉറക്കെ തന്നെയാണ് പറഞ്ഞു. കുറെ നാള് കൂടെ കിടന്നല്ലേ, സങ്കടം അത്ര പെട്ടെന്ന് മാറില്ലല്ലോ. ഇവന് പറ്റ അവിടെ മാത്രമായിരുന്നല്ലോ. ഡേവി തെല്ല് ഉറക്കെ പറഞ്ഞുകൊണ്ട് സേവി ഇരിക്കുന്നതിന്റെ അടുത്ത ടേബിളരികെ കസേര വലിച്ചിട്ടിരുന്നു. അവന് ചുറ്റുമായി കൂട്ടുകാരും. സേവി തലയിരിച്ചൊന്ന് നോക്കിയവരെ. അവന്റെ കണ്ണുകളൊന്ന് കുറുകി. അതെ മതി, പോവാ, ഇനി ഇരുന്നാൽ ശരിയാവില്ലെന്ന് കണ്ട് ജോസൂട്ടി എഴുന്നേറ്റു. നിനക്കെന്താ മുട്ടുന്നുണ്ടോ? ഇരിക്കടാവളെ. സേവി മുന്നോട്ടൊന്ന് ആഞ്ഞോട്ട് പറഞ്ഞു. മുട്ടും ചിലർക്കൊക്കെ. കേട്ടോ സിബിയെ, എന്നാലും ആ സെലീനെ കുറിച്ച് എന്നാ പണിയാ കാണിച്ചെന്നാ ഒരു പോക്കാ പോയത് കണ്ടില്ലേ? സങ്കടം സഹിക്കാതെ ചിലര് തീവുന്ന എന്നായാലും ബാറിന്റെ അക്കൗണ്ട് കൂടും. ഇങ്ങനെ പോയാലേ ഏറ്റാൻ പറ്റുന്നതിനേക്കാളാണല്ലോ ഏറ്റുന്നു. സേവി ഒന്ന് ചെകഞ്ഞു നോക്കിക്കൊണ്ട് ഡേവി പറഞ്ഞു. ആഹാ, അപ്പൊ ചേട്ടായിമാര് മുട്ടിക്കാൻ വന്നാണോ? ജോസൂട്ടി, അവിടെ ഇവിടെയും തൊടാ പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ മാത്രം ഇവന്മാരെ പോലെ മറ്റേതല്ല സേവി കഴിക്കുന്നത്. നല്ല വെള്ളച്ചോറും ചുവന്ന കൂട്ടാനുമാ. എന്റെ കുടി കൊണ്ട് ബാറിന്റെ അക്കൗണ്ട് കൂടുന്നതില് ഇവന്മാർക്ക് എന്നാ തെണ്ണം? ഇവന്മാരുടെ അമ്മച്ചിമാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല ഞാൻ കൊടുക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ നോക്കി പറയടാ. പറയുക മാത്രമല്ല, എഴുന്നേറ്റവൻ ആർ മൂന്നുപേരിരിക്കുന്ന ടേബിൾ ആഞ്ഞിരിച്ചുകൊണ്ട് പറഞ്ഞു. മൂന്നുപേരെ ഒരുപോലെ ഞെട്ടി. നിന്റെ മറ്റവള് ചത്തുവാൻ ചെയ്യുന്ന ദേഷ്യം ഇവിടെ തീർക്കാൻ വന്നാലുണ്ടല്ലോ. ചാടി എഴുന്നേറ്റ് സിബി സേവിയെ പിടിച്ചു തള്ളി. ആ പിന്നോട്ടൊന്ന് വേച്ചു പോയെങ്കിലും ബാലൻസ് ചെയ്ത് നിന്നു. എടാ ചള്ള ചെക്ക, നിന്റെ ജീവചരിത്രവും നിന്റെ അപ്പന്റെ ഭൂമിശാസ്ത്രവും ഞാൻ വിളമ്പിയാ പിന്നെ നീ തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേണ്ടി വരും. കേടോടാ മോനെ, അവള് പോയ നിന്റെ സങ്കടം തന്നെയാ എനിക്കൊന്ന് കൂട്ടിക്കോ. നിന്റെ അപ്പച്ചന് എന്ത് സങ്കടത്തിലാ എപ്പോഴും 4 കാലിൽ നടക്കുന്നത്? ഷാപ്പിലെ അമ്മിണി കൊച്ച മാറ്റി ചാടി സങ്കടത്തിലോ? മീശയൊന്ന് ഒഴിഞ്ഞ് മുണ്ടും മടക്കി കുത്തി സേവന്റെ നേർക്ക് ആടി ചെന്നു. എന്റെ അപ്പന് പറയുന്നോടാ. അവൻ പാഞ്ഞെടുത്തു. പിന്നെ കണ്ടത് വായുവിൽ പറന്നു പൊങ്ങി സിബി ദൂരെ തെറിച്ച് വീഴുന്നതാണ്. നടുതല്ലി വീണവൻ പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും മറ്റു രണ്ടുപേർ വട്ടം പിടിച്ചു സേവിയെ. തികഞ്ഞൊരു അഭ്യാസിയെ പോലെ അവൻ കുതിരി മാറി. പിന്നെ അവിടെ നടന്ന് പൊരിഞ്ഞ നാടന്നല്ലായിരുന്നു. സേവിയുടെ അടുത്തേക്ക് അടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അടികൊണ്ട് ചിതറിയോടി മൂവരും. എല്ലാം മാറിയുന്ന ഒതുക്കത്തിൽ കണ്ട് ജോസൂട്ടി ഇരുകൈയും മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട്. മോനെ നീ പോടാ. ജോസൂട്ടിയെ തെരഞ്ഞ സേവി. ഞാനിവിടെ ഉണ്ട്. അല്ല, നഷ്ടം എത്രയെന്നൊരു കണക്കെടുപ്പ് നടത്തിയതാ. അതെ, ഓഫീസിലെ ആള് മാറിയ വിവരം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എടാ, നീ ഭാരിച്ച കാര്യമൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അവളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ട് വന്നിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. മെയിലിന് എത്രയാണെങ്കിലും നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എഴുതി വാങ്ങി വേടാ. പറഞ്ഞുകൊണ്ട് ആടിയാടി പുറത്തേക്ക് നടന്നവൻ ചിതറിക്കിടക്കുന്ന കുപ്പികൾക്കും ഗ്ലാസുകൾക്കും ഇടയിലൂടെ ഒരു വിധത്തിലാണ് ജോസൂട്ടി അവനെ വീട്ടിലെത്തിച്ച്. പതിവിലേറെ കുടിച്ചിരുന്നുകൊണ്ട് തന്നെ ബോധം പോയ മട്ടിൽ തന്നെയായിരുന്നവൻ. പിച്ചുമ്പയും പറയുന്ന മുഴുവൻ സെലീനയെ പറ്റിയാണ്. നാവ് കുടഞ്ഞുകൊണ്ട് ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ത്രാണി ജോസൂട്ടിക്ക് ഇല്ലാത്തതുകൊണ്ട് താഴെയുള്ള ഗസ്റ്റ് റൂമിൽ കിടത്തിയവനെ. റൂമിന്റെ വാതിലടച്ച ജോസൂട്ടി നോക്കുമ്പോൾ കണ്ടു കറിയാച്ച മുതലാളിയെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഒരപ്പന്റെ സകല വേവരാതി ഉണ്ടായിരുന്ന അയാളുടെ മുഖത്ത് താക്കോലിവിടെ വെച്ചിട്ടുണ്ട്. മുതലാളിയുടെ ഇരിപ്പിൽ വശപ്പിശക്ക് തോന്നി ജോസൂട്ടിക്ക്. എല്ലാം അറിഞ്ഞു കാണോ? ഏയ്, അറിയാൻ വഴിയില്ല. ചോദ്യോത്തരം അവൻ തന്നെ കണ്ടെത്തി. പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു വിളി. മോനെ ജോസേ. തന്നെ തന്നെയാണോ മുതലാളി വിളിച്ചെന്ന സംശയത്തിൽ അവൻ തിരിഞ്ഞു നോക്കി. നിന്നെ തന്നെയാ, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാറുണ്ട്. വല്ലാത്തൊരു വികാരത്തോടെ പറയുന്ന അയാളെ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവന്. ഞാനിവിടെ നിന്നോളാം, എന്താ സംസാരിക്കാനുള്ളത്? മുതലാളിയുടെ അടുത്തേക്ക് നീങ്ങുന്ന വിനയത്തോടെ ചോദിച്ചവൻ. ഇരിക്കും മോനെ, പറയട്ടെ. അവളിവിടെ ഇല്ല, നീ ധൈര്യമായിട്ടിരുന്നോ. എനിക്ക് സേവ് ചെയ്യുന്ന നീ ഒരുപോലെയാ. പിന്നെ ഈ സ്നേഹം പ്രകടിപ്പിക്കാറൊന്നും എനിക്കറിയാൻ മേല. അതിന് എൻ്റെ പോരായ്മയും. ആ ബില്ലിങ് തന്നേക്ക്, ഞാൻ സെറ്റിൽ ചെയ്യാം. ഞാൻ അറിഞ്ഞു നടന്നോക്കെ. വില കൂടിയ മദ്യക്കുപ്പികൾ പൊട്ടിയ വകയിൽ 35,672 രൂപ. 16 കസേര, 4 മേശ, ചില്ലുപാത്രങ്ങൾ, ഗ്ലാസ്, അക്വേറിയം, ലൈറ്റ് എന്നിവ പൊട്ടിയതടക്കം 45,650 വേറെയും. അതല്ലേ ഇന്നത്തെ കണക്ക്. മടിച്ചുകൊണ്ട് ജോസൂട്ടി ഇരുന്നു. സ്വർണ്ണ ഫ്രെയിം കണ്ണട ഊരി ഗ്ലാസ് മുന്നിന്റെ തലപ്പുണ്ട് തുടച്ച് തിരികെ വെച്ച് ചോദിച്ചു അദ്ദേഹം. അത് പിന്നെ അവന്മാരൊരു കാരണമില്ലാതെ ചൊറിയാൻ വന്നാ. പിന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാന്തുന്ന പ്രകൃതായതുകൊണ്ട് ശരിക്കും മാന്തി വിട്ടു. ബില്ലുണ്ട്. പോക്കിൽ കിടന്ന് നീണ്ട ബില്ലെടുത്ത് മുതലാളിക്ക് നേരെ നീട്ടി ജോസൂട്ടി. അത് കൈ നീട്ടി വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് കൈവിറക്കുന്നത് കണ്ടവൻ. മക്കള് വഴിവഴിച്ചു പോകുമ്പോ ഉപദേശിക്കാൻ ഒരപ്പന് കഴിയണം. അല്ലെങ്കിൽ നേർക്ക് നേർ നിന്നവർ ചോദിക്കും, അപ്പം പിന്നെ എന്നാ ചെയ്യുന്നെന്ന്. എൻ്റെ മകനെ ഉപദേശിക്കാൻ എനിക്ക് കഴിയില്ല. ഗതികെട്ട അപ്പനായി പോയി ഞാൻ.
എന്നോടുള്ള വാശിക്കാണ് അവൻ സെലീനെ തേടി പോയത്, അതെനിക്കറിയാം. മേരിക്കുട്ടി ഈ വീട്ടിൽ നിന്ന് പോയത് പിന്നെ സന്തോഷം എന്നൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ. കാര്യം തങ്കച്ചി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും ആഗ്രഹിക്കാതെ കടന്നു വന്നതാ. അവള് മോഹിച്ച എന്നെയല്ല, മേരിക്കുട്ടിയുടെ സ്വത്തുക്കളാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് അവളിപ്പോൾ എൻ്റെ കൂടെ കഴിയുന്നത്. ജീവിതം തന്നെ മടുത്തുപോയി എനിക്ക്. കൺമുമ്പിൽ നശിച്ചു പോകുന്ന ഒരേ ഒരു മകൻ. ഏതൊരപ്പനെ പോലെയും എൻ്റെ മോൻ്റെ ഭാവിയെക്കുറിച്ച് ആകുലതയുണ്ട് എനിക്ക്. ഇവരിങ്ങനെ നടക്കുന്നത് ഒരപ്പനിതിൽ കൂടുതൽ വേദന എന്താ? ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഈ രൂപത്തിലായിരിക്കും കർത്താവ് എനിക്ക് തരുന്നത്. കണ്ണടയൂരി ഈറമിഴികൾ തുടച്ചു അയാൾ. പലതും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്ന സ്വരമിടർന്ന് അറിഞ്ഞവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ മുതലാളിയെ കാണുന്നത്. വളരെ കാർക്കശ്യക്കാരനായ മുതലാളിയെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ എന്തോ വല്ലായ്മ തോന്നിയവന്. പെണ്ണ് കെട്ടിയാവൻ നന്നാവും എന്നൊരു തോന്നലൊന്നും എനിക്കില്ല. എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു പെൺകുട്ടി വിചാരിച്ചാൽ നടക്കുന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, അവനെ ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ. കൂടെ നീയും. ഇനിയും രണ്ടും കൂടി ഉടന്നാൽ ശരിയാവില്ല. നമ്മുടെ മുഹമ്മദ് ഹാജിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അയാളല്ലേ നമ്മുടെ എക്സ്പോർട്ടിംഗ് ലീഡർ. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം നല്ല സെയിലാണ്. അവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. അയാൾ തന്നെയായിരിക്കും പർച്ചേസിംഗ് മാനേജർ. ഏതാണ്ടെല്ലാം ശരിയായിട്ടുണ്ട്. രണ്ടുപേരും പോവാൻ തയ്യാറായിക്കും അടുത്ത മാസം. ഇടിവെട്ട് നെറുകിൽ കൊണ്ടപോലെ സെറ്റിൽ മരച്ചിരുന്നു പോയി ജോസൂട്ടി. ഇത്രയും വലിയൊരു ചതി മുതലാളി തങ്ങളോട് ചെയ്യുന്നവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഒരു നിമിഷം കൂടി എടുത്തവൻ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരാൻ. അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റവൻ. അവിടെ ഇരിക്കടാ. അരച്ച പോലെ ശബ്ദം കിട്ടി എഴുന്നേറ്റ പോലെ തന്നെ ഇരുന്നവൻ. നിന്റെ അമ്മച്ചിയോടും അപ്പച്ചനോടും കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ സന്തോഷത്തില. അതുകൊണ്ട് ഇനി നിങ്ങളെ കയറി ഉരുവിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ നശിച്ച പോലെ നിങ്ങളും നശിച്ചു പോകരുത്. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അനുസരിച്ചാ മതി. ഇത്രയും കാലം സ്വന്തം ഇഷ്ടത്തിന് നടന്നല്ലോ, ഇനി അത് വേണ്ട. ഏട്ടല്ലോ, കൂടും കൊടുക്കെടുത്ത് സ്ഥലം വിട്ടോണം. അതുവരെ ഉണ്ടായിരുന്ന ഭാവമാറി മുതലാളിയുടെ എന്നും ചെയ്യാൻ മടിക്കാത്ത പഴയ മുതലാളിയായി നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ജോസൂട്ടിയാളുടെ മുന്നിൽ നിന്ന് വിയർത്തു വിളിച്ചു. താനൊരു ഊരാ കുടിക്കലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായവന് ഇനി ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അകത്തിൽ ലക്കിട്ട് എടുക്കുന്നവൻ എഴുന്നേൽക്കണം. ചെയ്യാൻ മുതലാളി, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ദയനീയമായി ചോദിച്ചവൻ. പോയിക്കോ, പറഞ്ഞൊന്നും മറക്കണ്ട. താക്കീതോടെ അവരെ നോക്കി പറഞ്ഞു കറിയാച്ച മുതലാളി. കേട്ട പാതി കേൾക്കാത്ത പാതി എഴുന്നേറ്റ് പുറത്തേക്ക് വേഗത്തിൽ നടന്നവൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ആ മുറ്റം കാണുന്ന റോഡിലേക്ക് ഇറങ്ങി. എടോ പന്ന മുതലാളി, അകത്ത് കിടക്കുന്നവൻ എഴുന്നേറ്റ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, തന്നെ ഭിത്തിയിൽ വലിച്ചൊട്ടിക്കാൻ നോയിക്കോ. എന്റെ പട്ടി പോകും ദുബായിലേക്ക്. നാട്ടിൽ പട്ടിണി എടുക്കേണ്ടി വന്നാലും ഞാൻ പോവില്ല. അല്ലേ ഓരോരോ നടക്കാത്ത സ്വപ്നങ്ങള്. ഇനിയിപ്പോ കാഞ്ഞിരത്തിങ്കിലും സ്ഥാപനത്തിൽ ജോലി പോയാലും ജോസൂട്ടി റബ്ബർ വെട്ടാൻ പോവും. അല്ല എന്നോടാ കളി. ആളെ പറയാൻ പറ്റാത്തൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടന്നു. ജോസൂട്ടി വരുന്ന കാത്തിരിപ്പാണ് ജെന്നിഫർ ഉൾപ്പെടെ എല്ലാവരും. ഈ ചെറുക്കൻ വരാൻ എന്താ താമസിക്കുന്നത്? ഒന്നാ വള വരെ പോയി നോക്ക് മനുഷ്യ. ഉമ്മറത്തരത്തിനിൽ ചുമൽ ചാരിക്കുന്ന കെട്ടിയത് നോക്കി പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഉമ്മറത്തേക്ക് വന്നു. കൊച്ചു വീളയൊന്നും അല്ലല്ലോ, പോയി കൂട്ടിയേച്ചും വരാൻ. അവനിക്ക് വന്നോളും. അത്ര ദണ്ണുണ്ടെങ്കിലേ നീ പോയി വളവിൽ കാത്തുക്ക്. അല്ല പിന്നെ. ചുമലിൽ കിടന്ന് തോർത്തൊന്നെടുത്ത് കുടഞ്ഞുകൊണ്ട് അങ്ങേരങ്ങ് കയറിപ്പോയപ്പോൾ ശരിക്കും ദേഷ്യം വന്ന അമ്മച്ചിക്ക്. ഈ മനുഷ്യന്റെ ഒരു കാര്യം ഇങ്ങനെയുണ്ടോ? ചെക്കന്റെ കാര്യത്തിലൊരു ഉത്സാഹമില്ല. പിരിവിരുത്തുകൊണ്ട് വഴിയിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് ആ തൂണിൽ ചാരി നിന്നവർ. അമ്മച്ചി ചേട്ടായി പോവോ? എനിക്ക് ഉറപ്പില്ല കേട്ടോ. നീ ഈ കരിനാക്കെടുത്ത് വളക്കാതെ ഈ പെണ്ണെ. അവനൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം ആ തള്ളയുടെ മുഖത്ത് നോക്കി നാല് പറയാൻ. കാഞ്ഞിരത്തെങ്കിൽ സേവിയുടെ മൂട് നാങ്ങി നടക്കുന്ന ജോലിയാണോ എന്ന്. എന്റെ മോൻ പോയെന്ന് വരട്ടെ. അവളേക്കാൾ നല്ല എണ്ണം പറഞ്ഞ കൊച്ചിനെ കൊണ്ട് കെട്ടിക്കും ഞാൻ എൻ്റെ മോനെ. എന്നിട്ട് വേണം എനിക്കൊന്ന് അവിടെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കാൻ. ആ അമ്മച്ചി ആ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ആ പെണ്ണിന് അഹങ്കാരം കൂടുതലാണ്. എനിക്കവരെ ബോധിച്ചില്ല. പള്ളിയിൽ വരുന്ന കണ്ടാലും മതി. അമ്മച്ചിയുടെയും പെങ്ങളുടെയും കുഞ്ഞായ്മ പറച്ചിൽ കേട്ടെങ്കിലും ആരെയാണ് അവർ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല അവന്. നീ കിടന്നില്ലേ? നാളെ ക്ലാസ്സില്ലേ? ചോദിച്ചുകൊണ്ട് ചെരുപ്പ് ഊരി വെച്ച് അകത്തേക്ക് കയറിയവൻ. ക്ലാസ് ഉണ്ട്, ചേട്ടയവരെ കാത്തുനിന്നാ. ജെന്നിഫർ അമ്മച്ചിയെ നോക്കി കണ്ണു കാണിച്ചപ്പോൾ തന്നെ അവൻ ഊഹിച്ചു. മുതലാളി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധരിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അമ്മച്ചിയും പെങ്ങളും എന്ന്. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി അവന്. അമ്മച്ചി കഴിക്കാനെടുത്ത് വെച്ചിട്ട് കിടന്നോ? ഞാൻ കഴിച്ചിട്ട് കിടന്നോളാം പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഊരി തന്റെ റൂമിലേക്ക് നടന്നവൻ. വരാന്തയുടെ അറ്റത്തെ കുഞ്ഞുമുറിയാണ് അവന്റെ. അമ്മച്ചി അകത്തേക്ക് നടന്നു. പിന്നാലെ ജെനി. ചോറും കറിയും വിളമ്പി വെച്ച് അമ്മച്ചി അവനെ കാത്തിരുന്നു. ഞാൻ കിടക്കാൻ പോവാ, ഉറക്കം വരുന്നു. കോട്ടുവായിട്ടുള്ള അകത്തേക്ക് പോയി. കിണറ്റിൻകരയിൽ നിന്നുള്ള പതിവ് കുളിയും കഴിഞ്ഞ് തലയുടച്ചുകൊണ്ട് അടുക്കള വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന് ജോസൂട്ടി. അമ്മച്ചി കിടന്നില്ലേ? ചോദിച്ചുകൊണ്ട് കഴിക്കാനിരുന്നവൻ. മോനെ, കറിയാച്ച മുതലാളി വന്നിരുന്നിവിടെ. കുറെ സംസാരിച്ചു. ആ മനുഷ്യന് നല്ല വേദനയുണ്ട്. ആദ്യം ആരോട് എനിക്ക് ദേഷ്യമായിരുന്നു, ആ തങ്കച്ചി കൊണ്ട് വന്നപ്പോ. പക്ഷെ ഇന്ന് മുതലാളി വന്ന് സങ്കടം പറഞ്ഞപ്പോ ആ മതി നിർത്തിക്കോ. കയറി എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായി എനിക്ക്. എന്നെയും സേവിച്ചതിന് നാടെടുത്താനുള്ള പദ്ധതി അയാൾക്ക് ഓതി കൊടുത്ത് ആ താള് തന്നെയായിരിക്കും. എന്നാലല്ലേ അവരുടെ ആംഗ്ലമാരെ ഓഫീസിലെത്താൻ പറ്റുള്ളൂ.
ആ വെച്ച വെള്ളങ്ങ് വാങ്ങി വെച്ചോട്ടെ അവര്. സേവിച്ചെന്നെ നിലതെറ്റി വന്നോണ്ടാ. ഇല്ലെങ്കിൽ ഇന്നലെ ഈ കാര്യത്തിൽ തീരുമാനമായനെ. വെറുതെ നടക്കാത്ത സ്വപ്നം കാണേണ്ട. അമ്മച്ചി പോയി കിടക്കാൻ നോക്ക്. അതെ, എന്റെ പേരും പറഞ്ഞ അമ്മച്ചി മോൾ ആരോടും മത്സരിക്കാൻ പോകണ്ട, കേട്ടല്ലോ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, മത്സരം കർത്താവിനുള്ളതാണെന്ന്, കേട്ടല്ലോ. അമ്മച്ചിയുടെ വാടപ്പിച്ച് കളഞ്ഞവൻ അകത്ത് മുറിയിൽ കിടന്ന് അവരുടെ സംസാരം കേട്ട് അപ്പച്ചെന്ന് ഇടവീർപ്പെട്ടു. അവരുടെ സംസാരത്തിൽ ചേരുന്നില്ലെങ്കിലും മകൻ സമ്മതിക്കരുതെന്നായിരുന്നു ആ പിതാവിന്റെ ആഗ്രഹം. ജോസൂട്ടി വേഗം കഴിച്ച് എഴുന്നേറ്റു. പാത്രമൊക്കെ അമ്മച്ചി എടുത്തു വെക്കുമ്പോഴേക്കും അവനവിടുന്ന് വലിഞ്ഞു. വേഗം നേരം വെളുത്താൽ മതി എന്നായിരുന്നു അവന്. സേവി അറിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നവൻ അറിയാമായിരുന്നു. കുറെ നേരം ഫോണിൽ തോണ്ടിക്കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയവൻ. ഭദ്രന്റെ വീട്ടിലെ ആദ്യ ദിവസം തന്നെ കല്ലേടി പോലെ തോന്നി ഗൗരിക്ക്. അമ്മയുടെ വീർത്തിട്ടിയ മുഖത്തിന് ഇതുവരെ ഒരു അയവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ആ വലിയ വീട്ടിൽ താൻ കയറി പറ്റിയത് അധികപ്പറ്റായെന്ന് തോന്നിപ്പോയി അവൾക്ക്. തന്നെ റൂമിലിരുത്തിപ്പോയവൻ ഇതുവരെ വന്നിട്ടുമില്ല. ആൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. മുറ്റത്ത് ഭദ്രന്റെ ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കവറും പിടിച്ചുകൊണ്ട് അവൻ കയറി വന്നു. അതെ, ഒരു ഏകദേശ ധാരണ വെച്ച് തനിക്ക് ഡ്രസ്സ് എടുത്തു. ടൗണിൽ പോയിട്ട് നാളെ വൈകിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് പോയി എടുക്കാം. താൻ മാറിയിട്ട് വാ. എനിക്കൊരാൾ കാണാനുണ്ടായിരുന്നു. അയാൾക്ക് ആക്സിഡന്റ് ആയി കിടക്കുക. സംസാരിച്ചിരുന്നു പോയി. കുളിച്ചിട്ടോ? എനിക്ക് കുളിക്കണം. കഴിക്കണ്ടേ? ആളുടെ കയ്യിൽ ആ കവർ നൽകി പറഞ്ഞവൻ ചെറുചിരിയോടെ അവനെ നോക്കി. എനിക്ക് വല്ലാത്ത കൊതി തോന്നുക. അതും പറഞ്ഞുകൊണ്ട് അവളിലേക്ക് ചാഞ്ഞവൻ. ഇനിയും സമയമുണ്ട് മാഷേ, വെയിറ്റ് പറഞ്ഞുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി. അവൾ കുറുമ്പോടെ അവൾ നോക്കി മീശ വിരിച്ചു. കവറിൽ നിന്ന് തനിക്കായി അവൻ വാങ്ങിക്കൊണ്ടുവന്ന ചുരിദാർ ഇന്നർ എടുത്ത് നോക്കിയവൾ. അളവ് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ കിട്ടി? അവന് നോക്കി നെറ്റിയെന്ന് ചുളിച്ച് ചോദിച്ചവൾ. അത് പിന്നെ ആ ഷോപ്പിൽ ഒരു പെൺകുട്ടിയുടെ അളവനുസരിച്ച് എടുക്കാൻ പറഞ്ഞ. പിന്നെ വീട്ടിലിടാനല്ലേ, നാളെ കൃത്യ അളവിലുള്ള എടുക്കാം. സംസാരിച്ചെന്ന സമയങ്ങളേറെ പോയി കുളിക്കുവണ്ണേ. അവൻ പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് കയറി ഗൗരി. നിന്നെ പോലെ എത്ര പേരുടെ ഉടലളവ് എടുത്തവനായി ഭദ്രൻ. എന്നോടാ ഇതുപോലൊരു ചോദ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഷർട്ട് ഊരി ആംഗിൾ കൊളുത്തിയിട്ട് കട്ടിലിൽ കിടന്നവൻ. കുളി കഴിഞ്ഞ് ഗൗരി ഇറങ്ങി വന്നപ്പോൾ ഭദ്രൻ എഴുന്നേറ്റു. മുടി തോർത്തിൽ ചുറ്റിവെച്ച് അവളുടെ കൺമഷി പടന്ന കണ്ണുകളിൽ നോക്കിയവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഒറ്റ വലിക്ക് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. നനവ് പറ്റിയ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കൈകൾ അവന്റെ തോളിലമർന്നു. അവളുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് തന്റെ ദേഹത്തേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു പിടിച്ചവൻ. അവളുടെ കഴുത്തിലെ പിടക്കുന്ന കഴുത്തിലെ ഞരമ്പിൽ വന്യമായി ചുംബിച്ചവൻ. ആ വേദനയിൽ അവൾ അവനെ തള്ളി മാറ്റി. കടിച്ചു കൊല്ലോ? അവൻ കടിച്ച ഭാഗത്ത് വലത്ത് കൈ കൊണ്ട് ഒഴിഞ്ഞു നോക്കി ചോദിച്ചവൾ. എനിക്ക് വേദനിച്ച പക്ഷെ പണി കിട്ടും കേട്ടോ. അവന് നോക്കി കളിയായിക്കൊണ്ട് പറഞ്ഞവൾ. തന്റെ ആവേശത്തെ കെട്ടടക്കി അവളോട് അമർഷം തോന്നിയെങ്കിലും ഒതുക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറിയവൻ. താൻ ഇന്നുവരെ കണ്ട പെണ്ണുങ്ങളെ പോലെയല്ല ഗൗരി എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു അവൻ. കുളി കഴിഞ്ഞവൻ വരുമ്പോഴും അവൾ ആ റൂമിൽ തന്നെയുണ്ട്. താൻ ഇതിൻ്റെ അകത്ത് അടച്ചിട്ടിരിക്കുന്നു വേണ്ട, തല തുടച്ചുകൊണ്ട് പറഞ്ഞവൻ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ട്. പിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് മറുപടി പറയാൻ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആദ്യത്തെ ദിവസം ഞാൻ വേണ്ടെന്ന് വെച്ചോണ്ടാ ഇവിടെ ഇരുന്ന്. വാ, നമുക്ക് ഒരുമിച്ച് വാ, നല്ല വിശപ്പുണ്ട് പറഞ്ഞുകൊണ്ട് ആൾ വാതിൽ നേർക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ നിന്നു. അതെ, പിന്നെ ഇന്ന് പാലും പഴമൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ആരും അറിയാത്തൊരു മാറിയിടൽ മാത്രമായിരുന്നല്ലോ. എല്ലാവരും അറിഞ്ഞുള്ള ഫംഗ്ഷൻ വരുന്നല്ലേ ഉള്ളൂ. അന്ന് മതി നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. ചിരിയോട് അവൾ പറഞ്ഞപ്പോൾ വന്ന ദേഷ്യം അണപ്പല്ലിനാൽ ഞെരിച്ചവൻ. വാതിൽ തുറന്നവൾ പുറത്തേക്ക് നടന്നപ്പോൾ ഭിത്തിയിൽ മുഷ്ടിയിട്ട് ഇടിച്ചവൻ. അവളുടെ അമ്മയുടെ ഒരു ഫംഗ്ഷൻ വരുന്നില്ലേ? തനിക്ക് പിന്നിൽ അടഞ്ഞ വാതിൽ തുറന്നവൾ എത്തിയോ ചോദിച്ചപ്പോൾ അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ വരുന്നു പറഞ്ഞുകൊണ്ട് നനഞ്ഞ ടവൽ അവിടെ കിടന്ന ചെയറിലേക്ക് വലിച്ചെറിഞ്ഞവൻ. ഏയ്, ആ ടവലെടുത്ത് ആ ഹാങ്കറിൽ കൊളുത്തിയിട്ട് അടുക്കും ചിട്ടയും ലെവലേഷനല്ലേ? അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ ഈ ആമ്പിള്ളേരെ വഷളാക്കി വളർത്തും അമ്മമാര്. എന്നിട്ട് അവിടെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഇവിടെ പിന്നെ കൂടുതലാവും. ഒറ്റ സന്താനമാണല്ലോ, അതൊക്കെ വഴിയെ പഠിക്കാം. ഇപ്പൊ ടവലെടുത്തിട്ട് വാ മാഷേ പറഞ്ഞുകൊണ്ട് അവൾ നടന്നു കഴിഞ്ഞു. ടവലെടുത്ത് ഹാങ്കറിൽ കൊളുത്തി അവനും അവൾക്ക് പിന്നാലെ മുറിവിട്ടിറങ്ങി. സ്റ്റെയർ ഇറങ്ങി വരുന്നവളെ കണ്ടപ്പോൾ മായാവതിയുടെ മുഖം ഇരുണ്ട് കയറി. വാർത്തകൾ കണ്ണിട്ടിരിക്കുന്ന ഭർത്താവിന് ദേഷ്യത്താരം നോക്കി മുരടനിക്കവർ. അമ്മേ, കഴിക്കാനെടുത്ത് വെച്ചില്ലേ? ചേച്ചിയോടെ കിച്ചണിലേക്ക് നോക്കി ചോദിച്ചു ഭദ്രൻ. അവൾക്ക് പനിയാണെന്ന് പറഞ്ഞ് വൈകിട്ട് പോയി. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിളമ്പി തരാനെങ്കിലും പറ. എഴുന്നള്ളിച്ചു കൊണ്ടുവന്നവളോട്. ഞാനും അച്ഛനും കഴിച്ചു. പിന്നെ അകത്ത് കയറി അടിയിരുന്ന് തിന്നാൻ നേരം ഇറങ്ങി വന്നാലേ ആഹാരമാവില്ല. നാളെ തൊട്ട് അവളോട് അടുക്കൽ കയറി വെച്ചുണ്ടാക്കാൻ പറഞ്ഞു. ശാരദ ഇനി എന്ന് വരുന്ന അറിയില്ല. പുച്ഛത്തോടെ പറയുന്നവരെ കാണി ചൊറിഞ്ഞു കയറി ഗൗരിക്ക്. മനഃപൂർവ്വം ജോലിക്കാരെ പറഞ്ഞു വിട്ടാണെന്നൊരു സംശയം തോന്നായിരുന്നില്ല അവൾക്ക്. എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല. ചേച്ചിക്ക് പനിയായി പോയിന്നറിയാൻ. ഉച്ചയ്ക്ക് അടുക്കളയിൽ ചേച്ചി ഉണ്ടായിരുന്നു. പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ എനിക്കറിയാം. ആർക്കും പട്ടിണിക്കേണ്ടി വരില്ല. വരുന്നുണ്ടി വാ, എനിക്ക് വിശക്കുന്നു ഭദ്രനോയി പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ആൾക്ക് പിന്നാലെ പോകാൻ നിവൃത്തിയില്ലായിരുന്നു അവന്. അടുക്കളയിൽ സിങ്ക് നിറയെ കിടക്കുന്ന പാത്രങ്ങളും വൃത്തിയാവാത്ത സ്ലാബും കണ്ടപ്പോൾ അമ്മായിയമ്മ മനഃപൂർവ്വം തനിക്ക് പണി തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതെ, കഴിച്ച് എഴുന്നേറ്റ് പോവാതെ ഇതൊക്കെ വൃത്തിയാക്കാൻ നിൽക്കണം കേട്ടോ. ആൾ നോയി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ഇന്നുവരെ അടുക്കള കയറി വെള്ള ബോട്ടിൽ വരെ എടുക്കാത്തവൻ അന്തിച്ച് നിന്നുപോയി. അവർക്ക് കഴിക്കാൻ 2 പ്ലേറ്റ് കഴുകി എടുത്തവൾ. ചോറല്ലേ രാത്രി? ചപ്പാത്തിയും കറി ഇരിക്കുന്നവരോട് ചോദിച്ചവൾ.
അല്ല, അമ്മയ്ക്കും അച്ഛനും ഷുഗറുള്ളതുകൊണ്ട് രാത്രി ഇതാവും. ഞാൻ വരുമ്പോൾ കഴിച്ചിട്ട് വരും മിക്കവാറും. ആ പതിയൊക്കെ മാറ്റിക്കഴിഞ്ഞ് എനിക്ക് രാത്രി ആകുമ്പോൾ ചോറ് കഴിച്ചാലും ശരിയാവില്ല. ഏതായാലും ഇന്നിങ്ങനെ പോട്ടെ പറഞ്ഞുകൊണ്ട് ആൾ രണ്ടുപേർ കഴിക്കാനെടുത്തു. ടേബിൾ കൊണ്ടുവച്ച് വെള്ളവും എടുത്ത് 2 ഗ്ലാസ്സിൽ പകർത്തി. ഗൗരി താൻ വിചാരിക്കുന്ന പോലെയല്ലെന്ന് മനസ്സിലായി ഭദ്രന്. തനിക്ക് തീരുമാനത്തിൽ തെറ്റുപറ്റിയെന്ന് സംശയിച്ചവൻ ഒന്നും മിണ്ടാതെ കഴിച്ച് എഴുന്നേറ്റവൻ. സഹായിക്കാൻ അവൾ പറഞ്ഞെങ്കിലും അവനെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല അവൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.